ഹായ് ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ലഞ്ചിന് നെയ്ച്ചോറും നല്ല സ്പൈസി ആയിട്ടുള്ള ഒരു ചിക്കൻ കറിയും പിന്നെ ഒരു ചിക്കൻ ഫ്രൈയുമാണ് ഉണ്ടാക്കുന്നത്. ആദ്യം തന്നെ കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കഴുകി വെച്ചിട്ടുള്ള ചിക്കനിലേക്ക് തൈര്, മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, മഞ്ഞൾപ്പൊടി, ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, മല്ലിയില, പുതിന, ഫ്രൈ ചെയ്ത സവാള, ഉപ്പ്, ചെറുനാരങ്ങ നീര് ഇതെല്ലാം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് 1 മണിക്കൂർ മാറ്റി വെച്ച ശേഷം കറി ഉണ്ടാക്കാം. ഫ്രൈ ചെയ്യാനുള്ള ചിക്കനിലേക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, പെരുംജീരകം പൊടിച്ചത്, കുരുമുളക് പൊടി, ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, ഉപ്പ്, കുറച്ച് വിനിഗർ, കുറച്ച് തൈര്, കുറച്ച് അരിപ്പൊടി ഇല്ലെങ്കിൽ കോൺഫ്ലോർ ചേർത്താൽ മതി. കോൺഫ്ലോർ ആണെങ്കിൽ ആദ്യമേ ചേർക്കണ്ട, നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്ത് മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇതെല്ലാം ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അതും കുറച്ച് സമയം റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. ഇനി നെയ്ച്ചോറ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു പാത്രം അടുപ്പിൽ വെച്ചിട്ട് 2 ടേബിൾ സ്പൂൺ ഓയിലും 2 ടേബിൾ സ്പൂൺ നെയ്യും കൂടി ചേർത്തിട്ട് അത് ചൂടായി വന്നപ്പോൾ അതിലേക്ക് ഏലക്ക, പട്ട, ഗ്രാമ്പു, ബേ ലീഫ് ഇതെല്ലാം ഇട്ട് കൊടുത്തിട്ട് അതൊന്ന് നന്നായിട്ട് മൂത്ത് വന്നപ്പോൾ കഴുകി വെച്ച അരി ഇട്ട് കൊടുത്തിട്ട് ഹൈ ഫ്ലെയിമിൽ ഒരു 5 മിനിറ്റ് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. ഞാൻ നെയ്ച്ചോറ് ഉണ്ടാക്കാൻ ജീരകശാല അരിയാണ് എടുക്കുന്നത്. അരി ഒന്ന് റോസ്റ്റായി വന്നപ്പോൾ ഇതിലേക്ക് ചൂടുവെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഉപ്പും ചെറുനാരങ്ങ നീരും കൂടി ചേർത്തിട്ട് തിളച്ച് വന്നപ്പോൾ ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് വെള്ളം വറ്റി വരുന്നത് വരെ വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. 1 കപ്പ് അരിക്ക് 1.5 കപ്പ് ചൂടുവെള്ളം എന്ന കണക്കിലാണ് വെള്ളം ഒഴിച്ച് കൊടുത്തത്. ഒരു 10 മിനിറ്റിനുള്ളിൽ വെള്ളമൊക്കെ വറ്റിയിട്ട് ചോറ് വെന്ത് വന്നിട്ടുണ്ട്. ഇനി തുറന്നിട്ട് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഒന്ന് ലെവൽ ചെയ്തിട്ട് 1 മിനിറ്റ് കൂടി വീണ്ടും അടച്ചു വെക്കാം. അതിനുശേഷം തുറന്നിട്ട് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് മുകളിലായിട്ട് കുറച്ച് നെയ്യും ഫ്രൈ ചെയ്ത സവാളയും കാഷ്യൂവും റൈസൻസും കൂടി ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നെയ്ച്ചോറ് റെഡി ആയിട്ടുണ്ട്. ചിക്കൻ കറിയിലേക്ക് ചേർക്കാൻ വേണ്ടിയിട്ട് ഞാൻ 2 ടേബിൾ സ്പൂൺ മുഴുവനായിട്ടുള്ള മല്ലിയും 10 വറ്റൽ മുളകും 1 ടേബിൾ സ്പൂൺ കുരുമുളകും 1/2 ടീസ്പൂൺ ജീരകവും കുറച്ച് കാഷ്യൂവും കൂടി ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുകയാണ്. എണ്ണയൊന്നും ചേർക്കണ്ട, ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തിട്ട് ഇതിലേക്ക് കുറച്ച് ഫ്രൈ ചെയ്ത് വെച്ച സവാള കൂടി ചേർത്തിട്ട് ഇത് ചൂടാറിയാൽ ആദ്യം ഒന്ന് പൊടിച്ചെടുക്കാം. പിന്നെ കുറച്ച് വെള്ളം ചേർത്തിട്ട് അരച്ചെടുത്തിട്ട് കറിയിലേക്ക് ചേർക്കാം. ഇത് തണുത്ത് വരുമ്പോഴേക്കും ഞാൻ ചിക്കൻ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് പാനിലേക്ക് ആദ്യം സവാള ഫ്രൈ ചെയ്ത് വെച്ച ഓയിലിൽ നിന്ന് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അത് ചൂടായി വന്നപ്പോൾ ചിക്കൻ പീസസ് ഇട്ടിട്ട് മീഡിയം ഫ്ലെയിമിൽ അടച്ച് വെച്ചിട്ട് ഒരു വശമായാൽ തിരിച്ചിട്ട് കൊടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി ചിക്കൻ കറി ഉണ്ടാക്കാം. ചിക്കൻ കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പാത്രം അടുപ്പിൽ വെച്ചിട്ട് അതിലേക്ക് കുറച്ച് ഓയിലും കുറച്ച് നെയ്യും കൂടി ചേർത്തിട്ട് നേരത്തെ മസാല പുരട്ടി വെച്ച ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു 10 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ ഒന്ന് മിക്സ് ചെയ്തിട്ട് ചിക്കനിൽ നിന്നുള്ള വെള്ളമൊക്കെ ഇറങ്ങി ഒന്ന് തിളച്ച് വന്നാൽ നേരത്തെ അരച്ച് വെച്ചതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ 3-4 പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഗ്രേവിക്ക് ആവശ്യമായിട്ടുള്ള ചൂടുവെള്ളം കൂടി ഒഴിച്ചിട്ട് ഒരു 20 മിനിറ്റ് അടച്ച് വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിൽ വേവിച്ചെടുക്കാം. മിനിറ്റിന് ശേഷം കറി ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഗരം മസാലയും കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ട് എണ്ണ തെളിഞ്ഞ് വന്നാൽ ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇന്നത്തെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നെയ്ച്ചോറും നല്ല സ്പൈസി ആയിട്ടുള്ള ചിക്കൻ കറിയും ചിക്കൻ ഫ്രൈയും റെഡി ആയിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അടുത്തു തന്നെ നല്ലൊരു വീഡിയോയുമായി വീണ്ടും വരാം. താങ്ക്